സോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു ഓപ്ഷൻ അല്ല, ഇൻവെസ്റ്റ്മെന്റ് ആണ്. പണ്ടൊക്കെ നമ്മുടെ കേരളത്തിൽ ഒരുപോലെ തന്നെ മഴക്കാലവും വേനൽക്കാലവും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു കണ്ടീഷനിൽ മഴക്കാലം വളരെ കുറവും വേനൽക്കാലം കൂടുതലാണ്. ഈ ഒരു കണ്ടീഷനിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു എനർജി സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ തന്നെയാണ് കേരളത്തിൽ. സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വർഷക്കാലത്ത് അത് വർക്കാവും എന്നുള്ളത് പലർക്കും ഒരു ഡൗട്ടാണ്. വർഷക്കാലത്ത് നമുക്ക് AC-ന്റെ ഉപയോഗം, ഫാനിന്റെ ഉപയോഗം കാര്യങ്ങളൊക്കെ കുറയും. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് സോളാറിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ഷൻ ഇത്തിരി കുറഞ്ഞാലും അതിന് യാതൊരു പ്രശ്നവും സംഭവിക്കില്ല. എങ്കിലും ഇപ്പോഴത്തെ ഒരു സോളാർ പാനലിന്റെ ടെക്നോളജി വെച്ച് ചെറിയൊരു ലൈറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിൽ പ്രൊഡക്ഷൻ കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് മഴക്കാലത്തും നമുക്ക് വലിയ എഫക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാത്തത്. വേനൽക്കാലം ആകുമ്പോൾ നമ്മുടെ ചൂട് കൂടും. അപ്പൊ നമ്മൾ AC അതുപോലെ തന്നെ ഫാനൊക്കെ ഉപയോഗം കൂടും. ഈ ഒരു സമയത്ത് നമുക്ക് കറണ്ട് ബില്ല് നന്നായി കൂടി വരും. പക്ഷെ അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നന്നായി വെയിലുള്ള ഒരു ടൈമാണ്. സോളാറിൽ നിന്ന് നല്ല പ്രൊഡക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് സ്കൂളുകൾ, ഹോസ്പിറ്റലുകളിൽ അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളൊക്കെ സോളാറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് സോളാർ എനർജി എന്നുള്ളത് ഇനിയൊരു ഗ്രീൻ ട്രെൻഡ് അല്ല, കേരളാസ് ഫ്യൂച്ചർ പവർ സോഴ്സ് ആണ്. ഈ ഒരു മാറ്റത്തിന്റെ ഭാഗമാവാൻ തന്നെയാണ് ഞങ്ങൾ. സോളാർ ഇൻസ്റ്റാളേഷനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി.